ടുഡേ വാസ് സച്ച് എ പ്രൊഡക്റ്റീവ് ഡേ. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇന്നത്തെ ഡേ എന്തായാലും വ്ലോഗ് ചെയ്യാന്ന്. ഇന്നത്തെ നമ്മുടെ ഡേ സ്റ്റാർട്ടിങ് തന്നെ 2 സേവ് ദി ഡേറ്റ് ഷോർട്സ് ആയിരുന്നു. അതിലൊന്ന് ഹിന്ദു വെഡിങ് സേവ് ദി ഡേറ്റും പിന്നൊന്ന് മുസ്ലിം വെഡിങ് സേവ് ദി ഡേറ്റും ആയിരുന്നു. വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പോയത് നമ്മളെ ബൊട്ടിക്കിലേക്കാണ്. കാരണം ഉമ്മ അവിടത്തേക്കുള്ള സാധനങ്ങളും കുറച്ച് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നത് ടൗണിലേക്കായിരുന്നു. നാളത്തെ ബർത്ത്ഡേ ഹാമ്പറിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം വാങ്ങിച്ചത് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആയിരുന്നു. ദെൻ ഐ പിക്ക്ഡ് ആൻ ഔട്ട്ഫിറ്റ് ആൻഡ് മാച്ച്ഡ് എ ഷാൾ വിത്ത് ഇറ്റ്. ആൻഡ് ഈ ഒരു ഹാമ്പറിൽ ക്യാറ്റ് ഫുഡും കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിലും കൂടി പോയിട്ടുണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ടൗണിൽ പോകുന്നെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ അനിയൻ എൻ്റെ ഒന്നിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവന് സ്കൂളിലേക്ക് വേണ്ട ഐറ്റംസും പിന്നെ ചെരുപ്പെല്ലാം വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു പ്രിന്റിങ്ങും കൂടി ബാക്കിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഷോപ്പിലേക്കുള്ള പർച്ചേസിങ് ഉണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളെല്ലാം നമ്മളെ ഷോപ്പ് എന്ന് പറയുമ്പോൾ ക്രാഫ്റ്റിന്റെ ഷോപ്പല്ല, നമ്മളെ ബൊട്ടീക്ക് ഉണ്ട് ഡ്രസ്സിന്റെ, അവിടത്തേക്കുള്ള സാധനങ്ങളായിരുന്നു. അങ്ങനെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് നടക്കുമ്പോഴാണ് ഞാൻ അവരോട് പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന്. കാരണം 2 പേരും ഉച്ചക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓനോട് എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ മസാല ദോശ കഴിക്കാന്ന് പറഞ്ഞു. ആൻഡ് ഹീസ് എ ബിഗ് ഫാൻ ഓഫ് മസാല ദോശ. അങ്ങനെ ഇന്നത്തെ നമ്മൾ ടൗൺ കൂത്ത് അവസാനിച്ച് നമ്മൾ വീണ്ടും മടങ്ങി ഷോപ്പിലേക്ക് തന്നെ. ഇത്രയെല്ലാം സാധനത്തിന്റെ ഇടയിൽ ഇവൻ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഫോൺ നോക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ അത്യാവശ്യമുള്ള പണിയാന്ന്. വേറൊന്നല്ല, ഗെയിം ഒബ്സെഷനാണ് അവനക്ക്. അങ്ങനെ എല്ലാം കൊണ്ട് നമ്മൾ ഷോപ്പിലേക്ക് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കാണുന്ന ഷോപ്പിന്റെ അവസ്ഥ കണ്ടിട്ടൊന്നും വിചാരിക്കരുത് കേട്ടോ. എല്ലാ ഷോപ്സും ക്ലോസ് ചെയ്യാനാവുമ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും അവിടുത്തെ എല്ലാ അവസ്ഥ. ഇപ്പൊ നിങ്ങൾ കാണുന്നുള്ളതാണ് എൻ്റെ ചെറിയ സിസ്റ്റർ. അപ്പൊ ഇത്ര സാധനങ്ങളായിരുന്നു നമ്മൾ ഇന്ന് ടൗണിൽ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നല്ല മഴയത്ത് പാനിപ്പൂരിയും കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയി. ആൻഡ് ദെൻ വി റീച്ച്ഡ് ഹോം. വീട്ടിലെത്തിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഫ്ലവേഴ്സ് എല്ലാം എടുത്തിട്ട് വെള്ളത്തിൽ, കാരണം നമ്മൾ രാവിലെയാണ് ബൊക്കെ ചെയ്യുന്നത്. പിങ്ക് ആൻഡ് വൈറ്റ് റോസും പിന്നെ ഒരു ബഞ്ച് ലില്ലിയും ആണ് നമ്മൾ ഈ ബൊക്കയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. സോറി, ബേബി ബ്രത്തും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. Then I organized all the hamper items, the outfits, skincare products, chocolates, jewelries എല്ലാം. അങ്ങനെ ഒരു 12 മണിയാകുമ്പോൾ ഞാൻ കിടന്നു. കാരണം രാവിലെ എണിച്ചിട്ട് ഇതിൻ്റെ എല്ലാം ഫില്ലിങ് വീഡിയോയും ബൊക്കെയെല്ലാം ചെയ്യാനുള്ളതുകൊണ്ട്. രാവിലെ എണിച്ചിട്ട് ഫസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്ലവേഴ്സ് ആണ്. ബട്ട് ലില്ലീസ് ഹാഡന്റ് ബ്ലൂംഡ് യെറ്റ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ ഗിഫ്റ്റ് എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം ബൊക്കെ ചെയ്യാം. ഈ ജ്വല്ലറീസ് എല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ പേജിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഞാൻ ഈ പണി ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ ഒരാൾ ഫ്ലവേഴ്സ് എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹാമ്പേഴ്സ് എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ബൊക്കെ ചെയ്യാൻ തുടങ്ങി. ബൊക്കെ ചെയ്യുന്നതിന്റെ ഫുൾ പ്രോസസ്സ് നമ്മൾ ഇവിടെ ഇട്ടിട്ടില്ല. നമ്മളത് ഷോർട്സ് ആയിട്ട് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. സോ അതിന്റെ പ്രോസസ്സ് വേണ്ട ആള് ഷോർട്സ് പോയി കാണാം. After the bouquet was ready, I added the lilies once they started to opening up a little more. And this was our final output. And also don't forget to rate this bouquet out of 10 in the comments. അങ്ങനെയെല്ലാം റെഡി ആയതിനു ശേഷം I headed to our boutique. കാരണം ഇത് ഡെലിവറി ചെയ്യാനുള്ള ലൊക്കേഷൻ ഷോപ്പിന്റെ അടുത്തായിരുന്നു. പിന്നെ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തു. ഇപ്പൊ കാണുന്നതാണ് എന്റെ എൽഡർ സിസ്റ്റർ. Yes, that's my Uma and my sister helping me. അങ്ങനെ നമ്മൾ സർപ്രൈസിനെല്ലാം റെഡിയാക്കിയിട്ട് ആളെ വിളിക്കാൻ പോയപ്പോഴാണ് അറിഞ്ഞത് ആളിന്ന് ലീവായിരുന്നു. സോ മൈ സിസ്റ്റർ ആൻഡ് ഐ ഡിസൈഡഡ് നോട്ട് ടു വേസ്റ്റ് എനി മോർ ടൈം. അങ്ങനെ വീട്ടിലേക്ക് തന്നെ ഡെലിവറി ചെയ്തു. ഡോണറ്റ്സ് കഴിച്ചതിന് ശേഷം വി ആർ അഗെയിൻ ബാക്ക് അറ്റ് അവർ ബൊട്ടീക്ക്. നമ്മളെ ബൊട്ടീക്കിൽ ചെയ്ത വർക്ക്സ് എല്ലാം കുറച്ച് കാണിച്ചു തരാം നിങ്ങൾ. And that's how this birthday hamper went from a shopping list to a finished surprise.
Thank you so much for watching, and if you enjoyed this behind the scenes vlog, don't forget to like, comment and subscribe for more. I'll see you in the next vlog.